ഒരു വസ്തു തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വസ്തുവിന്റെ ഷേപ്പ് എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. ഈ വസ്തുവിന്റെ ചരിവ് ഏറ്റവും നല്ലത് എങ്ങോട്ടാണ്? ഒന്നുകിൽ കിഴക്കോട്ട് ചരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വടക്കോട്ട് ചരിഞ്ഞിരിക്കണം. ഇത് ഒരു പെൻഡുലമാണ്. ഇപ്പോൾ ഇത് പെൻഡുലം ഡൗസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെൻഡുലം നമുക്ക് ബ്രാസിൻ്റെ ആയാലും ക്രിസ്റ്റൽസിൻ്റെ ആയാലും മെറ്റൽസിൻ്റെ ആയാലും നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാസ്തുവിനെ പറ്റിയായാലും ഫെങ്ഷുയെ പറ്റിയായാലും ഇത്തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും താല്പര്യമുള്ളവർക്കും ഇത്തരത്തിലുള്ള ഒരു പെൻഡുലം വാങ്ങിച്ചു നോക്കാം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പെൻഡുലത്തെ പറ്റിയുള്ള ചെറിയ ബുക്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു പെൻഡുലം എടുക്കുക. പെൻഡുലം എടുത്തിട്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇപ്പം നിങ്ങളൊരു ലാൻഡിലേക്ക് കടന്ന് ചെല്ലുകയാണ്. ലാൻഡിലേക്ക് കടന്ന് ചെന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം ആദ്യമായിട്ട് തന്നെ ഈ ലാൻഡിൽ പോയി നിങ്ങൾ നിൽക്കില്ലേ, ഇത്തരത്തിലുള്ള പെൻഡുലം വാങ്ങിച്ചിട്ട് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പം നിങ്ങളൊരു ലാൻഡ് വാങ്ങിച്ചു, ആ ലാൻഡിൽ ചെയ്യുക. അപ്പോൾ ഈ വസ്തു എനിക്ക് അനുയോജ്യമായിട്ടുള്ള വസ്തുവാണോ, അല്ലെങ്കിൽ ഈ വസ്തുവിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദിക്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ഒത്തു ചോദിക്കാനല്ല ഞാൻ പറയുന്നത്, ഓരോന്നായിട്ട് ചോദിക്കാം. അപ്പോൾ ആ വസ്തുവിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഈ വസ്തു വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വസ്തുവാണോ എന്ന് ഇങ്ങനെ ചോദിച്ച് നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി നിൽക്കുക. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും എനിക്ക് ഈ വസ്തു വേണം, എനിക്കിത് വേണം, ഇത് കൊള്ളാം, എനിക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന സ്ഥലത്തേക്ക് ഈ പെൻഡുലം മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വേണം ഇത് ചോദിക്കാനായിട്ട്. അതിനൊക്കെ തന്നെ തിരിച്ച് ഇത് വേണ്ട എന്നുള്ള ഐഡിയയിലൂടെ ചിരിക്കണമെങ്കിൽ ഇത് വേണ്ടാന്നേ പെൻഡുലവും പറയത്തുള്ളൂ. അതുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി നിഷ്പക്ഷമായിട്ട് ഇത് പെൻഡുലം തരുന്ന നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നമ്മൾ പെൻഡുലത്തെ ഡൗസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ, ഇനിയിപ്പോൾ ഞാനത് സ്വയം കറക്കാൻ പോവുകയാണ്, ഇത് ഞാൻ തന്നെത്താൻ പിടിച്ച് കറക്കുന്നതാണ്. ഈ രീതിയിൽ ക്ലോക്ക് വൈസിൽ അത് കറങ്ങും. പെൻഡുലം കറങ്ങിയതല്ല, ഞാൻ പിടിച്ച് കറക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുപോലെ പെൻഡുലം റീഡ് ചെയ്യും. നമ്മൾ കുറച്ച് സമയമെടുക്കണം. അത്രയും ഒരു സമയം നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് സ്വയം പിടിച്ച് കറക്കുന്നത്. അതേപോലെ തന്നെ ഇത് നെഗറ്റീവായിട്ടുള്ള വസ്തുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിശോധിക്കാൻ ഏറ്റവും നല്ല രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ ഒരു നാണയം എടുത്ത് ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിതിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ കറങ്ങും. കാരണം എന്താണ്? അത് പോസിറ്റീവാണ്. അതേസമയം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പെൻഡുലം വെച്ച് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. കാരണം അത് നെഗറ്റീവാണ്. ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ഭൂമി വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിത് ഒരു കറക്റ്റ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട, നിങ്ങൾ ഒരു കൺസൾട്ടിനെ തേടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെൻഡുലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിനും കൂടെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഒരു വസ്തു തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമ്മൾ ആ പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി കൊള്ളാമോ ഇല്ലയോ എന്നൊന്ന് സ്വയം മനസ്സിലാക്കാം. രണ്ടാമത്തത് വസ്തുവിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. മൂന്നാമത്തത് ഈ വസ്തുവിൻ്റെ ചരിവ് എങ്ങോട്ടാണെന്ന് നോക്കാം. ചരിവ് നല്ലത് എങ്ങോട്ടാണ്? ഒന്നുകിൽ കിഴക്കോട്ട് ചരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വടക്കോട്ട് ചരിഞ്ഞിരിക്കണം. അടുത്തത് ഈ വസ്തുവിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു റോഡ് വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്നുണ്ടോ, അതായത് ടി റോഡ് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ടി റോഡ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ വസ്തുവിൽ നിലവിൽ എന്തെങ്കിലും കിണറുണ്ടോ, കിണറുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം ഏതാണ്, അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണാണ്. അപ്പോൾ ആ ഈശാന കോണിൽ കിണർ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതല്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് കിണർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ യഥാവിധി ആ കിണർ ഈശാന കോണിൽ കുത്തിക്കൊണ്ട് യഥാവധി മറ്റേ കിണറിനെ മൂടണം. ഈശാന കോണിൽ കിണർ കുത്തി വെള്ളം എടുത്തുകൊണ്ട് വേണം നമ്മൾ മറ്റേ കിണറിനെ ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെങ്ഷുയുടെ ചില റെമഡികൾ, ചില ടൂളുകളിലേക്ക് പോകാം. ഒരു കൗ ആൻഡ് ചൈൽഡ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചു നമുക്ക് എവിടെ വെക്കാം? സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. ഇത് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് ടേബിളിൻ്റെ മുകളിലോ ടീപ്പയുടെ മുകളിലോ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ഐയുടെ ഒരു വെൽത്ത് പോട്ടുമാണ്. അതിനോടൊപ്പം ബ്ലൂ ഐയുടെ കുറേ സിമ്പിൾസുകളും ഇതിനകത്തോട്ട് പതിപ്പിച്ചിട്ടുണ്ട്. ദൃഷ്ടി തട്ടാതിരിക്കാനും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും വേണ്ടി ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിക്കാം. അതുപോലെ വീട്ടിലെപ്പോഴും ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാവുന്ന ഒരു ടൂളാണ് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു. ഇത് കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ആ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ, അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.